രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയതിലും വോട്ടർ പട്ടികയിലും അട്ടിമറി നടത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. വാർഡ് വിഭജനം സംബന്ധിച്ച കരട് വിജ്ഞാപനം വന്നപ്പോൾ പരാതി നൽകിയെന്നും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത് ഇത് പരിഹരിക്കാതെയാണെന്നും അതിരുകൾ തിരിച്ചതനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റി പേർ ചേർക്കേണ്ട വോട്ടുകൾ മാറ്റിയിട്ടില്ലെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെയും 14-ാം വാർഡിന്റെയും അതിർത്തികൾ തമ്മിലുള്ള വ്യത്യാസം പരാതി നൽകിയിട്ടും പരിഹരിച്ചില്ലെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുമൂലം കുറച്ചു വീടുകൾ 2 വാർഡിലും ഉൾപ്പെടും. 1-ാം വാർഡിന്റെ തെക്കേ അതിരും 14-ാം വാർഡിന്റെ വടക്കേ അതിരും ഒന്നാകേണ്ടതിന് പകരം അതിരുകൾ 2 ആണ്. അന്തിമ വിജ്ഞാപന പ്രകാരമുള്ള 14-ാം വാർഡിന്റെ അതിരുവെച്ച് വോട്ടർ പട്ടിക ക്രമീകരിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം തന്നെ അശാസ്ത്രീയമാണ്. കരട് വിജ്ഞാപനം വന്നപ്പോൾ തന്നെ രേഖാമൂലം ആക്ഷേപം ഉന്നയിച്ചിരുന്നതാണ്. ഹിയറിംഗിന് മേലുദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഓരോ വാർഡിൻ്റെ പരാതിയും പരിശോധിക്കുകയും അത് നമ്മുടെ ആക്ഷേപം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അന്തിമ വിജ്ഞാപനം വന്നപ്പോൾ 1-ാം വാർഡിൻ്റെയും 14-ാം വാർഡിൻ്റെയും അതിരുകൾ തമ്മിലുള്ള വ്യത്യാസം പരിഹരിച്ചില്ല. ഇതുമൂലം കുറച്ച് വീടുകൾ 2 വാർഡിൽ ഉൾപ്പെടും. വോട്ടർ പട്ടികയിൽ പല വാർഡുകളിലെയും അതിർത്തിക്കുള്ളിൽ മറ്റു പല വാർഡുകളിലുള്ള വോട്ടർമാർ ഉൾപ്പെടുകയും വാർഡിലുള്ള പല വോട്ടർമാരും വാർഡിന് പുറത്താകുകയും ചെയ്തുവെന്നാണ് മറ്റൊരാക്ഷേപം. അതിരു മാറിക്കിടക്കുന്ന വോട്ടുകൾ ക്രമപ്പെടുത്തുന്നതിന് EROയ്ക്ക് അനുമതി നൽകിയുള്ള ഉത്തരവുണ്ട്. എന്നാൽ 11-ാം വാർഡിൽ നിന്നും 7-ാം വാർഡിലേക്ക് മാറ്റേണ്ട 48 വോട്ടുകൾ 14-ാം വാർഡിൽ നിലനിർത്തുകയും 7-ാം വാർഡിന്റെ അതിർത്തിക്ക് പുറത്തുള്ള 11-ാം വാർഡിലെ 102 വോട്ടുകൾ 7-ാം വാർഡിലും നിലനിർത്തി. 11-ാം വാർഡിലുള്ള 7-ാം വാർഡിലെ വോട്ടുകൾ LDF വോട്ടുകളാണെന്നും 11-ാം വാർഡിലേക്ക് വരേണ്ട 102 വോട്ടുകളിൽ 90% UDFിൻ്റെതാണ്. LDFന് വാർഡ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മകളെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും വോട്ട് വിട്ട് നീക്കം ചെയ്തിരിക്കുകയാണ്. 2 മാസമായുള്ളൂ അവർ വീട് വിറ്റ് വാടകയ്ക്ക് താമസിക്കുന്നു. എങ്കിലും അവരുടെ സ്ഥലവും ബാക്കി കാര്യങ്ങളും 8-ാം വാർഡിൽ തന്നെ ഉള്ളതാണ്. ഇവർ മറ്റൊരു സ്ഥലത്ത് വോട്ട് ചേർക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വെട്ടി നീക്കിയെന്നുള്ളത് അറിയില്ല. CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറി വർഷങ്ങളായി രാജാക്കാടാണ് സ്ഥിരതാമസം. T കക്ഷിക്കും 1-ാം വാർഡിൽ 307-ാം നമ്പർ വോട്ടാണ്. അപ്പോൾ ഇങ്ങനെ അന്യ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ നടത്തിയിരിക്കുന്ന തിരിമറികൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും ജോയിന്റ് ഡയറക്ടർ, ജില്ലാ കളക്ടർ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.